ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ ടൈം ആണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എനർജി എന്താണ്, ഇൻഡ്യൂഷനാണ് നമുക്ക് ആദ്യം തന്നെ വന്നത് കേട്ടോ. ഡിസ്കണക്റ്റ് ആൻഡ് ബുറീഡം വന്നിട്ടുണ്ട്. ലവ് ബിഗിനിങ് വന്നിട്ടുണ്ട്. ട്രാപ്പ്ഡ് ഇൻ ഫിയർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇമോഷണൽ ലോസ്, ഇമോഷണൽ വിഡ്രോവൽ, മൂവിങ് ഓൺ ഒക്കെയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങളുടെ എനർജീനകത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വലുതായി മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലില്ല, അതിവിടെ മെയിനായിട്ടും റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പം മെയിൻലി ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ടാകാം. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ടാവുമായിരിക്കും, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കാരണം ഫസ്റ്റ് ഇൻഡ്യൂഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ ബോധോദയം, അതായത് സ്വന്തം ചിന്തിക്കാനും ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും മറ്റുള്ളവരെ തിരിച്ചറിയാനും ഒക്കെ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ചേഞ്ച് തന്നെയാണത്. ആ ഒരു ചേഞ്ചിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടാവുമായിരിക്കും. അതായത് ഇപ്പോൾ ആരും നിങ്ങളെ ആദ്യമൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്യുക, നിങ്ങളെ പറഞ്ഞ് അവരുടെ വഴിയിലേക്ക് ആക്കുക, നിങ്ങൾക്കത് തിരിച്ചറിയുന്നുണ്ടാവില്ലായിരിക്കാം. അവർ നിങ്ങളെ യൂസ് ചെയ്യുകയാണ് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. തെറ്റാണോ ശരിയാണോ മുന്നിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഒരു ഇൻഡ്യൂഷൻ. നിങ്ങൾക്കൊരു ഇന്നർ വോയിസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഡിസ്കണക്റ്റ് ആൻഡ് ബുറീഡം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടും വിരസത തോന്നുന്നുണ്ട്. അതായത് ഒരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുകയാണ്. ഇവൺ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ആരുമാകാം, മദർ ഓർ ഫാദർ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഓർ ബ്രദർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഒരു മിസ്സിങ് എനർജി കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിരസത തോന്നുന്നുണ്ട്, ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ലവ് ബിഗിനിങ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ചിലവരുടെ ലൈഫിൽ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ടാവുമായിരിക്കും. അതായത് ബ്രേക്കപ്പ് ചെയ്തു പോയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യാത്ത ഫ്രണ്ട്സോ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളോ, അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ആളുകളോ ആരെങ്കിലും ആകാം. നിങ്ങൾക്ക് പുതിയ തരത്തിൽ സ്നേഹബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, ട്രാപ്പ്ഡ് ഇൻ ഫിയർ, നിങ്ങൾ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടും അതിൽ അഡിക്റ്റായി പോവുകയോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് പോവുക, മറ്റുള്ള കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോവുകയോ അങ്ങനെയുള്ള ചില ക്യാരക്ടറുകൾ നിങ്ങളുടെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളിപ്പം എങ്ങനെയൊക്കെ ഡൗൺ ആയി പോയാലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്. നീ ഇവിടെ ഡൗൺ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നീ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഫിയറാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ പെട്ടുപോയി എന്നുള്ളൊരു കുറ്റബോധമായിരിക്കാം, സ്വയം വരുത്തി വെച്ചു എന്നുള്ള കുറ്റബോധമായിരിക്കാം. അങ്ങനെ ഒരു എനർജിയിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കിനകത്ത് ഇമോഷണൽ ലോസും ഇമോഷണൽ വിഡ്രോവലൊക്കെയാണ്. അത് റിലേഷൻഷിപ്പിന് റിലേറ്റഡ് ആയിട്ടാണ്. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിചാരങ്ങൾ ഈ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് മാറാൻ ശ്രമിക്കുകയാണ്. ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ വിട്ടുകളയാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി നോക്കാം. യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? ക്യൂൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. 6
സിക്സ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. മജീഷ്യൻ വന്നിട്ടുണ്ട്. ടെമ്പറൻസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങളിപ്പം സ്വയം ഹീൽ ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ആൻഡ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പം ഇപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻഡ്യൂഷൻ വന്ന ഒരു കാർഡാണ്. ആ ഒരു കാർഡുമായി റിലേറ്റഡ് ആയിട്ടാണ് ബാക്കിയുള്ള കാർഡുകളും കിട്ടിയിട്ടുള്ളത്. കാരണം ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം എവിടെയാണോ നിൽക്കേണ്ടത്, നിങ്ങളിപ്പം എവിടെയാണോ നിന്ന് വർക്ക് ചെയ്യേണ്ടത്, പാരൻസിൻ്റെ ഇടയിലായിരിക്കാം, കുട്ടികളുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പ്രോപ്പറായിട്ട് നിൽക്കേണ്ടത് നിങ്ങളുടെ ആ റെസ്പെക്റ്റ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇനി അങ്ങനെ ചെയ്യാതെ ഇപ്പോഴും ഈ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന എനർജിയിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുത്ത്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കോളൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്കുള്ളിലൊരു തോന്നലുണ്ട്, ഇന്നതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാം. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിലേക്ക് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ചേഞ്ച്, ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ലവ് ബിഗിനിങ് എന്നൊരു കാർഡ് നിങ്ങളിലേക്ക് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ എനർജി എത്രത്തോളം പോസിറ്റീവ് ആക്കുന്നോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇപ്പം ഈ വേദനിപ്പിക്കുന്ന വ്യക്തികൾ പോലും ആ സമയത്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പാസ്റ്റിനെ ഇപ്പം നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പാസ്റ്റിനെ ഇത്രനാളും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, നിങ്ങൾക്ക് മറക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ മെമ്മറീസുകൾ നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകാം. ഇപ്പം ആ നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്ത് കാര്യമാണോ അതിനെയെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. നിങ്ങളെ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മണ്ടന്മാരാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്ലേർട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടുതലായിട്ടും നിങ്ങളിപ്പോൾ ഹോമിൽ സമയം ചിലവഴിക്കുന്നുണ്ടാകാം, വീടുകളിൽ നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടാകുമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് എന്താണോ, വേണ്ടപ്പെട്ടവരാരാണോ അവരുടെ കൂടെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർഗീവും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ മനസ്സിൽ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. അതൊരു ഗൈഡൻസ് ആണ്. ഇനിയും നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ നിങ്ങൾ തിരുത്താതെ അതിനെ ന്യായീകരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക, ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പം നിങ്ങൾ അതിനെ ന്യായീകരിച്ച് നിൽക്കാതെ അത് തെറ്റാണെങ്കിൽ, അത് ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഫോർഗീവ് ചെയ്യുക. ചാരിയറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇനിയും അവർ വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ മാരേജ് പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അറേഞ്ച്ഡ് പോലെ നിങ്ങളിലേക്ക് പുതിയ ആളുകൾ എത്തും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒരു ന്യൂ ജേണി അതിലൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. ഇവിടെ മജീഷ്യൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് കറക്റ്റായി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുമെന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് സംസാരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിലോ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. മേ ബി ഇതൊന്നും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ലായിരിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ ഇങ്ങനെ അയ്യോ ഞാൻ വരുത്തി വെച്ചതല്ലേ, അല്ലെങ്കിൽ ഞാനായിട്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങളുടെ നല്ല ക്യാരക്ടറുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ലായിരിക്കാം. മനസ്സിലാക്കുക, ഒരു മജീഷ്യൻ്റെ പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ അത് വന്നു ചേരും എന്നുള്ളതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കൂടുതലായിട്ട് കിട്ടും. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
ടെമ്പറൻസ് നേരത്തെ നമ്മൾ ബോട്ടം ഓഫ് ദ ഡെക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലൻസിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ചിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ബാലൻസ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കടന്നു പോകാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അതിനു മുൻപേ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങൾ സംടൈംസ് അപ്സെറ്റ് ആയി പോവാറുണ്ട്, കൺഫ്യൂസ്ഡ് ആയി പോവാറുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ പെയിൻ നിങ്ങൾ ആരൊക്കെയോ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ആരൊക്കെയോ നിങ്ങളോട് എന്തൊക്കെയോ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടില്ല. ഇമോഷണലി നിങ്ങൾ ഇപ്പോഴും ഡൗൺ ആയി പോവാറുണ്ട് എന്നുള്ളത് കാണുന്നു. ഇതിനായിട്ടൊരു ഗൈഡൻസ് നോക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നടക്കുമോ? യെസ്, ലവേഴ്സിൻ്റെ കാർഡാണ്. അത് കാണിച്ചു തരാൻ പറ്റില്ല. റിവേഴ്സ്ഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. കാരണം ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകാൻ എന്താണ് ചെയ്യേണ്ടത്? ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ജസ്റ്റിസിൻ്റെ കാർഡാണ്. ഓക്കെ, ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം ക്ലിയർ ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും അകത്ത് കിടന്ന് വേദനിപ്പിക്കാൻ സാധിക്കില്ല. അതായത് നേരത്തെ ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയിൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഓക്കെ, പലതും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു ബാലൻസ് വെക്കുക. അതായത് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അതുപോലെ ഓവറായിട്ട് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാതെ ഇരിക്കുക. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. സോ നിങ്ങൾ ഇവിടെ ക്ലിയർ ബൗണ്ടറി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ നിങ്ങളെ കടന്നു കയറി വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതും ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ പറയുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ എങ്കിലും സംടൈംസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുക. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇമോഷണലി ഡൗൺ ആയി പോവുക. ഓക്കെ, അപ്പം അതാണ് നേരത്തെ പറഞ്ഞ ഗൈഡൻസ്. അത് അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റിനും തന്നെയുണ്ട്. ആ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഫെമിനിൻ പ്ലസ് മസ്കുലിൻ എനർജി കൂടുതലാണ്. അതായത് ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഫീലിങ്സ് വന്നാൽ അതിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്ട്രെങ്തൻ ആക്കി വെക്കണം. നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യത്തിനെ ആ ഒരു ചിന്തയിലേക്ക് പോവാതെ, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ സ്ട്രെങ്തൻ ആയിട്ടിരിക്കുക, എപ്പോഴും പവർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. 2 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പല കാര്യങ്ങളിലും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മെഡിറ്റേഷൻ ചെയ്യുക. പ്രോപ്പറായിട്ട് അതിനുള്ള ആൻസർ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നമ്മളെടുക്കേണ്ട ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കുക. മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളാണ് ആ ഡിസിഷൻ എടുക്കേണ്ടതെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഒന്നിനെ മാത്രം ചൂസ് ചെയ്യുക. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംടൈംസ് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരലുണ്ട്. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പോഴാണ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും അതുപോലെ പല കാര്യങ്ങളും കൺഫ്യൂഷൻ ആവുന്നതും അപ്സെറ്റ് ആയി പോകുന്നതൊക്കെ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പോഴാണ്. ഈഗോ വരുത്താതിരിക്കുക. മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. ആൻഡ് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇത് വന്നിട്ടുള്ളത്. റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ദുരുപയോഗം ചെയ്തതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനെ മനസ്സിലാക്കാതെ മറ്റുള്ള ആളുകൾ അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ ബ്രേക്ക് ചെയ്യുക. അവരിൽ നിന്നും ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുക. ഓക്കെ,
അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് മൂവ് ഓൺ എന്നൊരു കാർഡ് വന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തും, നിങ്ങൾ കാരണമാണ് നിങ്ങൾക്കിങ്ങനെ വരുന്നത്, ഞാൻ കാരണം തന്നെയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക, മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുക, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇതിൽ സോഡിയാക് സൈനുകൾ നോക്കാം. അക്യൂറിയസ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, സ്കോർപിയോ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്, ലിബ്ര എഗെയിൻ വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, സ്കോർപിയോ എഗെയിൻ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.